ഈ അലങ്കൃത അച്ഛമ്മയുമായി എത്ര അടുത്ത് നിൽക്കുന്നു? അലങ്കൃത അച്ഛമ്മയുമായിട്ട് അടുത്ത് നിൽക്കുമായിരുന്നു ഇവിടെ താമസിക്കുന്നിടം വരെ. ഇപ്പൊ അദ്ദേഹത്തിന് ഏതാണ്ട് ടെസ്റ്റ് എഴുതിയപ്പോൾ ഏതാണ്ട് അംബാനിയുടെ സ്കൂളിലെങ്ങാണ്ട് അഡ്മിഷൻ കിട്ടി അങ്ങ് പോയി. ഞാൻ പിണങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പൊ അവിടെ പഠിച്ചില്ലെങ്കിൽ അവിടെ പഠിച്ചവരാണോ ഇവിടെ ലോകത്തിലെ മഹാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സങ്കടം പറയുന്നതാണ്, അല്ലാതെ കുറ്റപ്പെടുത്തല്ല. അപ്പം ഞാനിങ്ങനെ പിള്ളേരെ കാണാനൊക്കാത്തൊരു പ്രയാസം എനിക്കുണ്ട് അലങ്കൃതയൊക്കെ. അപ്പം ഞാൻ പറയാം എത്രയോ വലിയ മിടുക്കന്മാർ ലോകമെമ്പാടും കിടക്കുന്നവരൊക്കെ മലയാളികളാണ്. ഈയോടെ അത് ശരി, അവരൊക്കെ ഇപ്പം ഈ സ്പേസിൽ പോയവർ വരെ അമ്പാനിയുടെ സ്കൂളിൽ പഠിച്ചോണം, അമ്പാനിയുടെ സ്കൂളൊക്കെ ഇപ്പം വന്നതല്ലേ. അപ്പം അതിനു വേണ്ടി നീ കുഞ്ഞിനെ അപ്പം പറയും ഇല്ലമ്മേ ഇനി വരും. ഇപ്പോൾ കുറേ വർക്കുകളൊക്കെ ബോംബെയിലല്ലേ, അതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഒരു വീട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു സംഭവം അതിപ്പം അങ്ങോട്ട് മാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചാൽ അത് കൊടുത്തേച്ചാൽ ഇപ്പം പുതിയ ഏതാണ്ട് വാങ്ങിക്കാൻ നിൽക്കുന്നതൊക്കെ അത് സെപ്റ്റംബറിലാവും. അപ്പം അത് ഒക്കെ സ്വാഭാവികമായിട്ടും സുപ്രിയയ്ക്കും ഇഷ്ടമാണ്. പുള്ളിക്കാരി അവിടെ അല്ലേ ജീവിച്ചതുമൊക്കെ. അപ്പം അവിടെ ഒരു ഫ്ലാറ്റ് ഇരിക്കട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചു. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടെ കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്ക് അമ്മയെ കൊടുത്തിട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ചേർത്ത്. പിന്നെ ചേർത്തത് ഇങ്ങനെ ഒരു സ്കൂളാണ്, ഇനി എന്തുവാ ഏതാന്നുള്ളത് അവർക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്, പ്രാർത്ഥനയും നക്ഷത്രം. ഇപ്പം പ്രാർത്ഥന ഇപ്പം ഇവിടെ ആണല്ലോ, രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്.